മുന്നും പിന്നും ചിന്തിക്കാതെ വരും വരായികളെക്കുറിച്ച് ആലോചിക്കാതെ നടത്തുന്ന ഒരു യുദ്ധം സ്വന്തം രാജ്യത്തിന് പോലും എത്ര വിനാശമാണ് എന്ന് കാട്ടുന്നതാണ് അമേരിക്ക ഇറാൻ യുദ്ധം. പോകുന്നു, ആക്രമിക്കുന്നു, തിരിച്ചടി വാങ്ങിക്കൂട്ടുന്നു, തിരിച്ചു വരുന്നു. ഇറാനുമായി യുദ്ധത്തിന് പോയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒരു ലൂപ്പിനകത്ത് അല്ലെങ്കിൽ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. പരിക്കേൽക്കാതെ പുറത്ത് കടക്കാനാകാത്ത തരത്തിൽ. ഇറാൻ യുദ്ധം അമേരിക്കയ്ക്കുണ്ടാക്കിയ നഷ്ടം ഭൗതികമോ ആൾനാശമോ അല്ല, അതിനുമപ്പുറം അടിസ്ഥാന ആവശ്യ രംഗത്താണ് അമേരിക്കയുടെ നഷ്ടം. ഇപ്പോഴാകട്ടെ അമേരിക്കയുടെ കരുതൽ എണ്ണശേഖരം പോലും 40 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയെന്നാണ് കണക്കുകൾ പറയുന്നത്. യുദ്ധത്തോടെയുണ്ടായ എണ്ണ പ്രതിസന്ധി പരിഹരിക്കാൻ കരുതൽ ശേഖരത്തിലുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ പുറത്തെടുത്തതാണ് US-ന് പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാനുമായി യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ വിപണിയിലുണ്ടായ എണ്ണ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്ക കരുതൽ എണ്ണശേഖരത്തിൽ നിന്ന് 172 ദശലക്ഷം ബാരൽ എണ്ണ ഇതിനകം തന്നെ വിപണിയിലെത്തിച്ചിട്ടുണ്ട്. ബുഷ് ഭരണകൂടത്തിൻ്റെ കാലത്തും ഒബാമ ഭരണകൂടത്തിൻ്റെ ആദ്യകാലങ്ങളിലുമാണ് അമേരിക്കയുടെ എണ്ണ കരുതൽ ശേഖരം അതിൻ്റെ പീക്ക് ലെവലിൽ എത്തിയത്. അന്നത് 700 ദശലക്ഷം ബാരൽ വരെ എത്തിയിരുന്നു. ജോ ബൈഡൻ ഭരണകാലത്ത് കരുതൽ ശേഖരത്തിൽ നിന്ന് 180 ദശലക്ഷം ബാരൽ വിൽപ്പന നടത്തിയിരുന്നു. ഇപ്പോൾ ട്രംപ് 172 ദശലക്ഷം ബാരലും ഉപയോഗിച്ചു. ഇതാണ് കരുതൽ ശേഖരം വൻതോതിൽ കുറയാനുള്ള കാരണം. US-ന്റെ കരുതൽ പെട്രോൾ ശേഖരം 300 ദശലക്ഷം ബാരലിനും താഴെ എത്തിയെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി പുറത്തുവിട്ട കണക്കിൽ പറയുന്നത്. 1975-ലെ അറബ് എണ്ണ പ്രതിസന്ധിക്ക് പിന്നാലെ 1980-കളിൽ വൻതോതിൽ ഭൂഗർഭ അറകളിൽ എണ്ണ നിറച്ചതിന് ശേഷം ആദ്യമായാണ് അമേരിക്കയുടെ കരുതൽ എണ്ണ ശേഖരം ഇത്ര കണ്ട് കുറയുന്നത്. 1980-കളുടെ തുടക്കത്തിൽ ആദ്യമായി SPR അഥവാ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് നികത്തിയതിനു ശേഷം ആദ്യമായി SPR ഇൻവെന്ററികൾ 300 ദശലക്ഷം ബാരലിൽ താഴെയെത്തിയെന്ന് ഊർജ്ജ വകുപ്പ് തിങ്കളാഴ്ച പുറത്തിറക്കിയ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. നിലവിൽ ട്രംപ് ഭരണകൂടം പുറത്തെടുക്കുന്ന 172 ദശലക്ഷം ബാരലുകളുടെ റിലീസ് പൂർത്തിയാകുമ്പോൾ കരുതൽ ശേഖരം ഏകദേശം 243 ദശലക്ഷം ബാരലായി അവശേഷിക്കുമെന്നാണ് കണക്കുകളിൽ പറയുന്നത്. ഇത്രയധികം വലിയ കുറവ് എണ്ണ ശേഖരത്തിൽ ഉണ്ടാക്കുന്നത് ഭൂഗർഭ എണ്ണ ടാങ്കുകൾക്ക് കേടുപാടുകൾ വരുത്തുമെന്ന് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ഇത് ഭാവിയിൽ ക്രൂഡ് ഓയിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കരുതൽ ശേഖരത്തിലെ ക്രൂഡ് ഓയിൽ പുറത്തെടുക്കാനാകുമോ എന്ന സംശയവും ബലപ്പെടുത്തുന്നുണ്ട്. എന്നാൽ കരുതൽ ശേഖരം 70 ദശലക്ഷത്തിലും താഴെ പോയാൽ മാത്രമേ ഭൂഗർഭ അറകൾക്ക് തകരാർ സംഭവിക്കൂ എന്നാണ് US എനർജി വകുപ്പിൻ്റെ വക്താവ് അവകാശപ്പെടുന്നത്. പക്ഷേ സർക്കാർ വാദം അംഗീകരിക്കാനാകില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. 70 ദശലക്ഷം എന്ന പരിധി സർക്കാർ പറയുന്നുണ്ട് എങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ എണ്ണ പുറത്തേക്ക് പമ്പ് ചെയ്യുന്നതിന് 250 മുതൽ 300 ദശലക്ഷം ബാരൽ വരെ എണ്ണ ഭൂഗർഭ അറകളിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. 300 ദശലക്ഷം ബാരലിന് താഴെ എണ്ണ എത്തുന്നത് ഘടനാപരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇത് എണ്ണ മുകളിലേക്ക് പമ്പ് ചെയ്യുന്ന സിസ്റ്റത്തിന് ഉയർന്ന വേഗത്തിൽ എണ്ണ പമ്പ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ലൂസിയാനയിലും ടെക്സാസിലും 4 സ്ഥലങ്ങളിൽ ആയിരക്കണക്കിനടി താഴെയുള്ള 60 ഉപ്പ് ഗുഹകളിലാണ് അമേരിക്കയുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ഗുഹയുടെ അടിയിലേക്ക് ശുദ്ധജലം പമ്പ് ചെയ്താണ് ഭൂഗർഭ അറകളിൽ നിന്ന് എണ്ണ പുറത്തെത്തിക്കുന്നത്. വേഗത്തിൽ ആവർത്തിച്ച് കരുതൽ ശേഖരത്തിൽ കുറവുണ്ടാക്കുന്നത് ഈ ഉപ്പുമതിലുകളെ കഴുകിക്കളയുകയും ഇത് ഉപ്പുഗുഹയുടെ ഘടനാപരവും ഭൂമിശാസ്ത്രപരവുമായ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് പെട്രോളിയം രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇൻടേക്ക് പൈപ്പുകൾ എണ്ണക്കടിയിൽ സൂക്ഷിക്കാൻ ആവശ്യമായ പരമാവധി പരിധി 70 ദശലക്ഷം ബാരലാണ് എന്നത് വസ്തുതാപരമായി ശരിയാണ് എങ്കിലും ക്രൂഡ് ഇൻവെന്ററിയുടെ പ്രായോഗിക പ്രവർത്തന നില 250 ദശലക്ഷത്തിനും 300 ദശലക്ഷം ബാരലിനും ഇടയിലാണ് എന്ന കാര്യം കൂടി വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. ആവർത്തിച്ചുള്ള ഡ്രോ ഡൗണുകൾ റിസർവുകളെ ദുർബലമാക്കും. 5 പൂർണ്ണ ഡ്രോ ഡൗണുകൾ കൈകാര്യം ചെയ്യുന്നതിനാണ് റിസർവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആ സ്ഥാനത്ത് 40 വർഷത്തിനിടെ ഡസൻ കണക്കിന് സൈക്കിളുകൾക്ക് ഈ റിസർവുകൾ വിധേയമായിട്ടുണ്ട്. ഇത്രയും സൈക്കിളുകൾ ഗുഹകൾക്ക് ഗുരുതരമായ രൂപഭേദം വരുത്തിയിട്ടുണ്ട് എന്നും ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. 1975-ൽ അറബ് എണ്ണ പ്രതിസന്ധിക്ക് പിന്നാലെ സ്ഥാപിക്കപ്പെട്ട അമേരിക്കയിലെ എണ്ണ കരുതൽ ശേഖര റിസർവ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിസർവാണ്. 713 ദശലക്ഷം ബാരൽ വരെ ശേഖരിക്കാൻ കഴിയുന്ന ടാങ്കറുകളാണ് അമേരിക്കൻ കരുതൽ എണ്ണ ശേഖരത്തിനുള്ളത്. ലോകവിപണിയിൽ ക്രൂഡ് ഓയിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴെല്ലാം ഈ കരുതൽ ശേഖരം പുറത്തെടുത്ത് വില നിയന്ത്രിക്കാൻ US-ന് സാധിച്ചിരുന്നു. എന്നാൽ ലക്കും ലഗാനുമില്ലാതെ ട്രംപ് നടത്തിയ ഇറാൻ യുദ്ധം കാര്യങ്ങൾ മാറ്റിമറിച്ചു.
ഇറാനിൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചു. ഇത് ആഗോള വിപണിയിലേക്കുള്ള എണ്ണ ഒഴുക്ക് നിലയ്ക്കാൻ കാരണമായി. അമേരിക്കയിലും എണ്ണ ലഭ്യത കുറയുകയും എണ്ണവില പിടിവിട്ട് കുതിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ സഹകരണത്തോടെ US അടക്കമുള്ള രാജ്യങ്ങൾ കരുതൽ ശേഖരത്തിൽ നിന്ന് എണ്ണ പുറത്തെടുത്തതാണ് വില ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സഹായിച്ചത്. കരുതൽ ശേഖരം കുറഞ്ഞെന്ന വാർത്തകൾ അടുത്ത ദിവസങ്ങളിൽ എണ്ണവിലയെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലുമാണ്. കരുതൽ ശേഖരം കുറഞ്ഞു എന്ന വാർത്തകൾ എണ്ണ ലഭ്യത കുറഞ്ഞുവെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിലേക്ക് നയിക്കും. ഇത് എണ്ണവില വർദ്ധിപ്പിക്കും. അതിനിടെ അമേരിക്കയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന മറ്റൊരു സംഭവം കൂടി ഇപ്പോൾ പുറത്തുവരികയാണ്. US-ന്റെ യുദ്ധവിമാന വാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിലെ ശുചിമുറി പ്രശ്നം വലിയൊരു പ്രശ്നമായി തന്നെ ഉയർന്നു വന്നതാണ്. കപ്പലിലെ ശുചിമുറിയുടെ പ്രതിസന്ധിയും 9 മാസത്തോളം നീണ്ട കപ്പലിൻ്റെ സൈനിക വിന്യാസത്തെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെയും നാവികർ മരിക്കാൻ ശ്രമിച്ച സംഭവവും എല്ലാം കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ നിഷേധിച്ചതുമാണ്. അതിനിടെ എബ്രഹാം ലിങ്കണിലെ തകർന്ന ശുചിമുറികളുടെ വീഡിയോ ദൃശ്യങ്ങൾ നാവികൻ സമൂഹമാധ്യമമായ Xൽ പങ്കുവച്ചിരിക്കുകയാണ്. ഈ ടോയ്ലറ്റുകൾ കൂടി കാണുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഞെട്ടുക എന്ന് വീഡിയോയിൽ നാവികൻ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ശുചിമുറികൾ ഉപയോഗിച്ച് നാവികർ എങ്ങനെ മുന്നോട്ടു പോകുമെന്നാണ് നാവികൻ X പോസ്റ്റിൽ ചോദിക്കുന്നത്. കപ്പലിലെ പ്ലംബിംഗ് പ്രശ്നങ്ങളും ഉപയോഗശൂന്യമായ നിരവധി ടോയ്ലറ്റുകളും ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷേ ഇതിനെയും ചില ആളുകൾ വിമർശന കണ്ണുകളോടെയാണ് കാണുന്നത്. സൈനിക സേവനത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ സാധാരണമാണ് എന്നും നാവികർ തന്നെയാണ് ഇത്തരം സൗകര്യങ്ങൾ വൃത്തിയാക്കേണ്ടത് എന്നുമാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം കപ്പലിലെ നാവികരുടെ കുടുംബങ്ങളും കപ്പലിലെ മോശം സാഹചര്യങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. തകരാറിലായ ടോയ്ലറ്റുകൾ, പാകം ചെയ്യാത്ത ഭക്ഷണം, സന്ദേശം അയക്കാൻ കഴിയാത്ത സാഹചര്യം, മറ്റടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് തുടങ്ങി നിരവധി പരാതികളാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഉപയോഗപ്രദമായ ടോയ്ലറ്റുകൾ ഇല്ലെന്നും ശരിയായി വേവിക്കാത്ത മാംസം ഭക്ഷണമായി നൽകുന്നുവെന്നും അടക്കമുള്ള പരാതികൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ കുടുംബങ്ങൾക്ക് നാവികർ അയക്കുന്ന കത്തുകളും മെയിലുകളും കൃത്യമായി എത്തുന്നില്ല എന്നും പരാതിയുണ്ട്. പക്ഷേ ഈ പരാതിയെല്ലാം അമേരിക്കൻ ഭരണകൂടം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്.